Hello, hi dear friends. അപ്പോൾ നമ്മളുടെ എറണാകുളം സെക്കൻഡ് ഹോം അപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് 2 ദിവസത്തെ പരിപാടിക്കാണ് വന്നത്. ഇവിടെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇനിയും 1, 2, 3 ഐറ്റംസ് ഇവിടെ തന്നെ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഇന്ന് ഒരു സ്പെഷ്യലായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സ്പെഷ്യൽ എന്ന് പറഞ്ഞാലേ ഇതൊരു വ്യത്യസ്തമായൊരു കാര്യമാണ്. നിങ്ങൾ ഉപ്പുമാവ് ഞാൻ ചെയ്ത് കാണിച്ചതല്ല, ഈസി ഉപ്പുമാവ്. അത് നമ്മൾ ബോംബെ റവയിലല്ലേ ചെയ്തത്. അപ്പോൾ ഇനി ഗോതമ്പ് റവയിൽ നമുക്ക് ഉപ്പുമാവ് ചെയ്യാം. അത് ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാം. പക്ഷേ ഇന്നിപ്പോൾ എനിക്കൊരു പെട്ടെന്നൊരു മൂഡ് തോന്നിയപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഒരു വ്യത്യസ്തമായൊരു കാര്യം ചെയ്താലോ എന്ന്. കാര്യം വിഷ്ണുവിനും അതിന് ഉണ്ടാക്കി കൊടുക്കുകയും അവർക്ക് ടേസ്റ്റ് ചെയ്യാനോ അവർ കഴിച്ചിട്ടില്ല. ഞാൻ ഇതുവരെ അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. പ്രത്യേകിച്ച് അനുരാധയും കഴിച്ചില്ല, വിഷ്ണു കുഞ്ഞായിരുന്നപ്പോൾ കഴിച്ചിട്ടുണ്ടാകാം. ഇതെന്താ അറിയോ, ചവ്വരി കൊണ്ടൊരു ഉപ്പുമാവ്. ചവ്വരി ഉപ്പുമാവാണ്. ഉപ്പുമാവ് എന്തുകൊണ്ട് വേണമെങ്കിലും ഉണ്ടാക്കാമല്ലോ, പക്ഷേ ചവ്വരി കൊണ്ട് ഉപ്പുമാവ് അങ്ങനെ പെട്ടെന്നൊന്നും. സാഗോ ഉപ്പുമാവ് ഒരുപാട് പേര് എപ്പോഴും ഉണ്ടാക്കുന്ന കാര്യമൊന്നും അല്ലാന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് ഉണ്ടാക്കണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു എന്നറിയാമോ, അതിൻ്റെ ഒരു അളവനുസരിച്ചിട്ട് ഇതിൻ്റെ മാജിക് കവറിൻ്റെ ബുക്കിലുള്ളത് തന്നെയാണ്. പണ്ട് മാജിക് കവറിൽ കാണിച്ചൊരു ഐറ്റമാണ് ഇങ്ങനെ ചവ്വരി ഉണ്ടല്ലോ. ചവ്വരി അറിയാമല്ലോ, സാഗോ. ഇതിനെ ഞാനിത് വെള്ളത്തിൽ കുതിരാനായിട്ടിട്ടു. ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കണം എന്നാണ്. 4, 5, 6 മണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല. മിനിമം 4 hours. അപ്പോൾ ഞാനിത് പ്ലാൻ ഇട്ടപ്പോൾ തന്നെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു. അപ്പോൾ ഇതിപ്പോൾ 4 മണിക്കൂർ കൂടുതലായി കഴിഞ്ഞു സത്യം പറഞ്ഞാൽ. ഇനി കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് നമ്മളുടെ സാഗോ ഉപ്പുമാവ്. വെരി ഈസി. ഒന്നുമില്ല വേറെ കാര്യങ്ങൾ. അതെ, പച്ചമുളക് എരിവൊക്കെ നോക്കിയിട്ട് സവാള, പച്ചമുളക്, ഇഞ്ചി, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വയ്ക്കാം. അതും കൂടെ എടുത്ത് വയ്ക്കാം. ഞാൻ ഒരു വെറൈറ്റി ആയിക്കോട്ടെ. ഇതപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം. പിന്നെന്താ, അത്യാവശ്യം വൈകുന്നേരം ഒരു 4 മണി പലഹാരമായിട്ട് കഴിക്കാം. ഒരു സ്നാക്ക് പോലെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. എനി ടൈം കഴിക്കാൻ പറ്റിയൊരു പലഹാരമാണിത്. അപ്പോൾ ഇഞ്ചി ചെറുതായി ഇങ്ങനെ അരിയാം. പിന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിയാം. പച്ചമുളക് ഇഷ്ടത്തിനനുസരിച്ച്. ഇപ്പോൾ ഞാൻ 3 എടുത്ത് വെച്ചു. അത്ര വേണമെങ്കിൽ അതിനെക്കാട്ടിലും കുറച്ച് ചേർത്താലും മതി. എൻ്റെ ഇവിടുത്തെ കട്ടിംഗ് ബോർഡ് മാറ്റാൻ സമയമായി വരുന്നു. അതിങ്ങനെ പ്ലാസ്റ്റിക് ടൈപ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് അതിലിങ്ങനെ അടയാളം വരും. പുതിയത് വാങ്ങാൻ കേട്ടോ. ഇനി വാങ്ങാൻ നമുക്ക് തടിയില വാങ്ങിക്കും. വുഡൻ ബോർഡാണ് എപ്പോഴും നല്ലത്. കാണാനും അതെ, ഹെൽത്ത് റീസൺസിനും അതായിരിക്കും നല്ലത്. 2 or 3 എനിക്ക് തോന്നുന്നു 3 പച്ചമുളകൊക്കെ കറക്റ്റ് ആയിരിക്കും. ചെറിയൊരു എരിവ് വേണ്ടേ. അപ്പോൾ വ്യത്യസ്തമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ എത്ര ഒരു 15 വർഷം മുന്നേ ഞാൻ ഡെവലപ്പ് ചെയ്തൊരു റെസിപ്പിയാണ്. ഇത് കാണിച്ചിട്ടുള്ളതുമാണ്. ഒരുപാട് വർഷമായില്ല. അപ്പം നമ്മളുടെ ബുക്കിലുള്ള കാര്യമാണ്. ഇങ്ങനെ ഞാൻ ഈ ബുക്ക് നോക്കി ഇങ്ങനെ റയറായിട്ടുള്ള റെസിപ്പീസ്, നല്ല റെസിപ്പീസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത കൂടുതലുള്ള റെസിപ്പീസ്, അങ്ങനെയാണ് ഞാനിപ്പോൾ സെലക്ഷൻ പ്രോസസ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കാര്യങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ട് പറ്റുന്നിടത്തോളം നമ്മളിപ്പോൾ ഇവിടെ വരുമ്പോഴാണെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാം. ട്രിവാൻഡ്രത്താണെങ്കിലും ആരൊക്കെ ഉണ്ടോ വീട്ടിൽ അവർക്ക് കൊടുക്കും. അല്ലെങ്കിൽ ജസ്റ്റ് ആരെങ്കിലും പിള്ളേരെ ഫ്രണ്ട്സ്, വിഷ്ണുവിൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഉള്ളിയും ഫൈനായിട്ട് ചോപ്പ് ചെയ്യും. അങ്ങനെ അരിയിൽ പാത്രം കഴിഞ്ഞു. ഇനി എന്താ ചെയ്യണമെങ്കിൽ നമുക്ക് പാത്രമൊക്കെ എടുത്തിട്ട് നമ്മുടെ അടുപ്പിൻ്റെ ഭാഗത്തേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ എല്ലാ കാര്യങ്ങളുമായി ഇനി ചെറിയ പരിപാടികൾ മാത്രം. അടുപ്പ് കത്തിച്ചിട്ട് ഈ അടുപ്പിലേക്ക് വയ്ക്കാം. നോക്കിക്കോളൂ. അതായത് ഇത് നല്ല എന്താ പറയുക, നെയ്യിലാണ് നമ്മൾ താളിക്കുന്നത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വരെ ആകാം നെയ്യ്. 1.5 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്, ഉരുകാതെ. അത് ഇങ്ങനെ മെൽറ്റായി കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂണായിട്ട് മാറും. ഇതിൽ നമ്മൾ ഇനി ഒരു താളിക്കൽ പ്രോസസ്സിലേക്കാണ് അടുത്ത് പോകേണ്ടത്. നല്ല ചൂടായി കഴിഞ്ഞിട്ടാണ് താളിക്കുന്നത്. താളിക്കുമ്പോൾ കടുക്, പച്ചമുളക് അങ്ങനെയൊന്നും വേണം നിർബന്ധമില്ല. നമ്മൾ ജീരകമില്ല, നല്ല ജീരകം. ഓക്കെ, നല്ല ജീരകം, കറിവേപ്പില, ഈ 2 കാര്യങ്ങൾ മതി. കടുക് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം, പക്ഷേ ഞാൻ ആ ഒരു റെസിപ്പിയിൽ ചേർത്തിട്ടില്ല. ഇത് നോക്കൂ, എനിക്ക് പുതിയ ഒരു മസാല പെട്ടി കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. എന്ത് സുഖം. അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്ത് നിർത്തും. അപ്പോൾ ഇത് നമുക്കൊരു 1/2 ടീസ്പൂൺ, ഓക്കെ, 1/2 ടീസ്പൂൺ നല്ല ജീരകം. ഇത് നല്ല ജീരകമാണ്, നമ്മൾ തോരനിലൊക്കെ അരയ്ക്കുന്ന ജീരകം. അതൊരു 1/2 ടീസ്പൂൺ എടുക്കാം. ഓക്കെ, അത് നമ്മളുടെ ചൂടായി കിടക്കുന്ന നെയ്യിലേക്ക്. ചൂടായിട്ടില്ല, ചൂടാകുമ്പോഴേ ഉള്ളൂ. അപ്പോൾ നല്ല ചൂടായി കിടക്കുമ്പോൾ നല്ല ചൂടാകട്ടെ നെയ്യ്. എന്നിട്ട് ജീരകം ഇടാം, കറിവേപ്പില.
പിന്നെ ഇതിലൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്താ അറിയോ? കപ്പലണ്ടി തരിതരിപ്പായി പൊടിച്ചത്. ഒരു അര കപ്പോളം വേണം. സാധാരണ കപ്പലണ്ടി, തൊലി കളഞ്ഞ കപ്പലണ്ടി. പക്ഷേ തരിതരിപ്പായി പൊടിച്ച സമയത്ത് കുറച്ചൊക്കെ തരിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട്, വലിയ തരിയായിട്ട്. അത് പൊടിയാതെ കിടക്കുന്ന പീസസും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചത് അത് കിടന്നോട്ടെ, കപ്പലണ്ടി അല്ലേ, ഇടയ്ക്ക് കടിക്കുന്നതിൽ തെറ്റില്ല. ഇനി നമുക്ക് ചൂടായി തുടങ്ങി തോന്നുന്നു. 1/2 ടീസ്പൂൺ നല്ല ജീരകം. തീ അല്പം ഒന്ന് കുറച്ചു. നല്ല ചൂടാണ്, പെട്ടെന്ന് കരിഞ്ഞു പോകും. അത് നന്നായിട്ട് മൂക്കട്ടെ. അത് കഴിഞ്ഞിട്ട് കറിവേപ്പില ആവശ്യാനുസരണം. നല്ല മണം. നെയ്യിലിങ്ങനെ ജീരകവും കറിവേപ്പിലയും മൂക്കുമ്പോഴുള്ള മണം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. വെരി നൈസ് സ്മെൽ. ഇനിയാണ് ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ച് ഇഞ്ചി, പച്ചമുളക് ആദ്യം അരിഞ്ഞ് വെച്ചത് ചേർക്കുന്നു ആദ്യമേ തന്നെ. അതൊന്ന് വാടി കഴിഞ്ഞിട്ട് ആ സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കാം. ഇച്ചിരി ഒന്ന് മൂക്കട്ടെ. ഒരുപാട് മൂക്കുന്നില്ലെങ്കിലും പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും പച്ചച്ചു ഒന്ന് മാറാൻ തുടങ്ങുന്ന ഈ സ്റ്റേജ്. ഓക്കെ, അല്ലെങ്കിലേ ഭയങ്കരമായിട്ടൊരു പച്ചക്കുത്തലുണ്ടാകും. മൂക്കുന്നു നമുക്കൊരു ഫീലിംഗ് ഉണ്ടായാൽ മതി. ഇതേ നോക്കിക്കോളൂ, കറിവേപ്പിലൊക്കെ നല്ല ക്രിസ്പി ആയി കഴിഞ്ഞു. കരികരിപ്പ് ഞാൻ വീണ്ടും തീ കൂട്ടി. ഓക്കെ, ഇഞ്ചിയെല്ലാം ചെറുതായിട്ട് മൂത്ത് തുടങ്ങിയില്ലേ, പച്ചമുളകും എല്ലാം. ഇനി നമുക്ക് സവാള, 2 ചെറിയ സവാള ചെറുതായി അരിഞ്ഞതാണ്. പിന്നെ ഇഞ്ചി ആണെങ്കിൽ ഏതാണ്ട് ഒരു ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു. സവാള ഇപ്പോഴത്തെ 2 സവാള മീഡിയം, അല്ലെങ്കിൽ ചെറുതായിരുന്നാലും കുഴപ്പമില്ല, ഏകദേശം ഒരു കപ്പോളം വരുന്നത്. പിന്നെ പച്ചമുളകിൻ്റെ എരിവെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടമല്ലേ, എത്ര എരിവ് വേണം എന്നുള്ളത്. പക്ഷേ ഇത്രയും ചൗവരി ഉള്ള സ്ഥിതിക്ക് 1.5 കപ്പ് ഉണ്ടല്ലോ, അത് കുതിർന്നപ്പോൾ കുറച്ചുകൂടി ആയിട്ടുണ്ട്. ഇത് വേകുമ്പോൾ കുറച്ചുകൂടി ആകും. അപ്പോൾ അതുകൊണ്ട് അതിൽ വലുതായിട്ട് പ്രശ്നം വരും തോന്നില്ല. പച്ചമുളക് 3 ഓവറാവില്ല. എരിവ് ഇതൊരു വ്യത്യസ്തമായ ഉപ്പുമാവായിരിക്കും. നമ്മൾ വിചാരിക്കുന്നതല്ലല്ലോ കേട്ടോ. സാഗോ കൊണ്ട് ഉപ്പുമാവ് ഭയങ്കര രസമാണ്, മുത്തുമണികൾ പോലെ. ഒരല്പം ഉപ്പ് നമുക്ക് സവാളയിലും കൂടി ചേർക്കാം. ഇരിക്കട്ടെ, അതിലും കൂടെ ഒന്ന് പിടിക്കട്ടെ. ഇത് ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസ് എല്ലാം തന്നെ ഇതുപോലത്തെ ഒരു മസാലപ്പെട്ടി അവരുടെ കയ്യിലുണ്ട്. ഇത് ചെറുതാട്ടോ, അവരുടെ കയ്യിൽ വലിയ സമ്പടം മാതിരി ഉണ്ട്. അതിനകത്തൊരു 10-15 കട്ടോറീസും ഉണ്ടാകും. എല്ലാ മസാലകളും അതിൽ നിൽക്കും. നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് ആക്ച്വലി പറഞ്ഞാൽ. ഞാൻ ഇതുവരെ അത് ഉപയോഗിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇവിടെ വന്നപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയതാണ്. എല്ലാവരുടെ ചില്ലറ സാധനങ്ങളും വെക്കാമല്ലോ, അതായത് വലിയ ബൾക്ക് ക്വാണ്ടിറ്റിയിലല്ല, പക്ഷേ എല്ലാത്തിൻ്റെയും വലിയ കുപ്പിയിൽ നിന്ന് എടുത്തിട്ട് ഇതിലിങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചാൽ നമുക്ക് എളുപ്പമാണ്. താളിക്കൽ, പൊടിയിടുന്നത് എല്ലാം എളുപ്പമായിരിക്കും. ഇപ്പോഴാണ് ഞാനത് റിയലൈസ് ചെയ്യുന്നത്. സോ കൺവീനിയൻറ്റ്. അതെ, ഇപ്പോൾ നിറം മാറാൻ തുടങ്ങുന്നു, സവാളയുടെ നിറം. ഈ ഒരു സ്റ്റേജിൽ ഇനിയാണ് വളരെ പ്രധാനമായ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവാണ്. നോക്കിക്കോളൂ, നമ്മുടെ കുതിർത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ചവ്വരി കണ്ടല്ലോ, ഇതിൽ നിന്നും അപ്പോൾ തീ ഒന്ന് കുറയ്ക്കാം. തീ കുറച്ചിട്ട് വേണം ചെയ്യാൻ. തീ കുറച്ചിട്ട് ഈ ചവ്വരിയിൽ നിന്ന്, ഈ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ഊറ്റി ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് ഒരു 5 മിനിറ്റ്സ് 5 മിനിറ്റ് ഇങ്ങനെ സോട്ട് ചെയ്യണം, വഴറ്റണം. അപ്പോൾ നമ്മുടെ ചവ്വരി വെന്ത് തുടങ്ങും. ഒരു സിമ്പിൾ പ്രോസസ്സാണ്, അത് നല്ല രസമാണ് കാണാൻ. അതിങ്ങനെ വെന്ത് വരുന്ന നോക്കിക്കോളൂ. 5 മിനിറ്റ്സ് വൈറ്റൽസ് ചെറിയ തീയിൽ. അത് എക്സ്പാൻഡ് ചെയ്ത് അങ്ങനെ വേകുന്നതിനനുസരിച്ച് വലുതായി ഒരു എന്താ പറയുക, ഇത് ഇങ്ങനെ വെള്ളമൊന്നും ഒഴിക്കാതെ വെറുതെ ഇങ്ങനെ ആക്കിയാൽ വേകുമോ എന്നൊരു സംശയം തോന്നാം. പക്ഷെ പേടിക്കണ്ട, നന്നായിട്ട് വേകും. ഇനി അല്പം ഉപ്പ് ചേർക്കാം. അതായത് ഉപ്പുമാവിന് ഉപ്പ് വേണമല്ലോ, ചവ്വരിക്ക് ആവശ്യമായ ഉപ്പ്. നമ്മൾ സവാളയ്ക്ക് ഒരല്പം ഉപ്പ് ചേർക്കും, പക്ഷെ അതല്ല, ഇനി ഇതിന് വേണമല്ലോ. ദേ നോക്കൂ, വെന്തുകൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ച് ഇത് വലിപ്പം കൂടിക്കൊണ്ടും ഇരിക്കും. ഒരു മാജിക് പോലെയാണ് ഇതിങ്ങനെ വരുന്നത്. കണ്ടില്ലേ എന്ത് രസമായിരിക്കണം, അത് വലുതായിക്കൊണ്ടിരിക്കുന്നു. 5 മിനിറ്റ്സ് ആയിട്ടില്ല, 5 മിനിറ്റ് ഇങ്ങനെ വഴറ്റി കഴിയുമ്പോൾ അത് റെഡിയാകും. എല്ലാം പാകത്തിന് വേവും. കുഴഞ്ഞൊന്നും പോവില്ല കേട്ടോ, പേടിക്കുക വേണ്ട. അപ്പോൾ വേണമെങ്കിൽ ഒരു ക്യാപ്ഷൻ തന്നെ കൊടുക്കാം, 5 മിനിറ്റ്സിലൊരു ഉപ്പുമാവുന്ന കാര്യം. 5 മിനിറ്റ് എടുക്കുള്ളൂ ഇത് അടുപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ. സോട്ടിങ് വഴറ്റൽ സമയം ഒരു 5 മിനിറ്റ്, പിന്നെ ഇത് ഇടുന്നു. അപ്പോൾ എല്ലാം കൂടി 10 മിനിറ്റ്. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഒരു 2 മിനിറ്റും കൂടി ബാക്കിയുണ്ട്. നോക്കിയേ, നല്ല വലുതായത് നോക്കൂ, ബൾബ് പോലെ ഇരിക്കുന്നു.
നല്ല ഗ്ലാസ് പോലെ ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയി വരുന്നു. നല്ല ഒതുങ്ങി വരുന്നതാണ്. നല്ല മണം. നെയ്യിലല്ലേ ഇതൊക്കെ ചെയ്യുന്നത്, അതിൻ്റെ മണം വേറെ. ഇപ്പം ഇങ്ങനെ കട്ട പോലെയൊക്കെ തോന്നും ഇടയ്ക്കിടയ്ക്ക്, പക്ഷേ ഇത് കട്ടയൊന്നും അല്ല കേട്ടോ. ഇപ്പം നോക്കിക്കോളൂ, കംപ്ലീറ്റ് ആകട്ടെ. ശരിയാണ്, ഇത് ഓൾമോസ്റ്റ് ഡൺ ആണ് കേട്ടോ, ഓൾമോസ്റ്റ്. ഇനി 1 മിനിറ്റ് മാത്രം. ഞാൻ ഇങ്ങനെ സമയം നോക്കിയാൽ ചെയ്യുന്നത്, 5 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ്സ്. അങ്ങനെ നമ്മളുടെ ഉപ്പുമാവ് ഓൾമോസ്റ്റ് റെഡി. എല്ലാ പീസസും വെന്ത് കഴിഞ്ഞു. ചവരിയുടെ പീസസൊക്കെ വലുതായത് കണ്ടോ, നല്ല ഗ്ലാസ് പീസസ് മാതിരി ആയിട്ടുണ്ട്. ഇനി ഇതിലൊരു പ്രധാന കാര്യം നമ്മൾ ചേർക്കാൻ പോകുന്നു, ദാറ്റ് ഈസ് കട്ട്ലറ്റ്. ചെറുതെടുപ്പായി പൊടിച്ചു. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പീസസ് ആയിട്ടും കിടക്കുന്നുണ്ടെന്ന്, സാരമില്ല, നല്ലതാണ്. അതും കൂടി ചേർക്കാം. ഇനിയൊരു അടുത്ത പ്രധാനപ്പെട്ടൊരു കാര്യം എന്താ ചേർക്കാൻ പോകണം നോക്കിക്കോളൂ, അതായത് തേങ്ങാ ചിരകിയത്. 1 കപ്പ് തേങ്ങാ ചിരകിയതും കൂടി ഡൺ. എല്ലായിട്ടും എല്ലാം വളരെ ചെറിയ തീയിൽ മാത്രമേ ചെയ്യാവുള്ളൂ, അത്രേ ഉള്ളൂ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു, കാര്യങ്ങളെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇത് ഫൈനലായിട്ടുള്ള വേട്ടലാണ്. റെഡി, ഓഫ് ചെയ്യാം. അങ്ങനെ ഉപ്പുമാവ് റെഡി. ചൗവരി ഉപ്പുമാവ് പെർഫെക്റ്റ്. ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് വിളമ്പി കാണിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, വളരെ ടേസ്റ്റിയാണ്. ഇതാണെന്ന് തന്നെ മനസ്സിലാവില്ല. ഈ ചൗവരി കൊണ്ടൊക്കെ എങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്, കഴിഞ്ഞു പോകത്തില്ലെന്നൊക്കെയല്ലേ നമുക്ക് തോന്നുക. സാധാരണ പായസത്തിലൊക്കെ അല്ലേ ഇടുന്നത് ചൗവരി കൂടുതലും. അപ്പോൾ ഉപ്പുമാവാക്കാൻ ഇനി ചൗവരിയും മതി കേട്ടോ. നോക്കിക്കോളൂ, എല്ലാം കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ചൗവരിയെല്ലാം നല്ല ഗ്ലാസ് പീസ് പോലെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും വ്യത്യാസം വന്നിട്ടുണ്ട്. അതിൽ പച്ചമുളക് എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. കപ്പലണ്ടി ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടും. തേങ്ങയുണ്ട്, പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട്, ഞാൻ നോക്കി. അങ്ങനെ ഈസി പീസി ഒരു ഉപ്പുമാവ് ഇവിടെ റെഡി. വെറൈറ്റീസ് അല്ലേ നമുക്ക് എപ്പോഴും ഇഷ്ടം, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലതല്ലേ, ഈസി ആയിട്ട്. എന്ത് ഫാസ്റ്റാണെന്നറിയാം. ഇതൊരു 5 എല്ലാം കൂടി ഒരു 10 മിനിറ്റ് ആയിട്ട് എടുക്കും, അത്രേ ഉള്ളൂ. ഉപ്പുമാവ് ഒരു 5 മിനിറ്റ്സിൻ്റെ ഇളക്കലേ ഉള്ളൂ, ബാക്കി എല്ലാം കൂടി ചേർത്തൊരു 10 മിനിറ്റ്സ്. ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, നല്ല ക്വാളിറ്റിയുള്ള ചൗവരി വാങ്ങണം. ചൗവരി പല ടൈപ്പ് കിട്ടും, കുറഞ്ഞതും കൂടിയതും നല്ലതല്ലാത്തതും കിട്ടും. പക്ഷെ നല്ല ക്വാളിറ്റി ചൗവരി പർച്ചേസ് ചെയ്യുക. പിന്നെ വേണ്ടത് കുതിർക്കുന്ന കാര്യം. 3 to 4 hours കുതിർക്കേണ്ടത്. അത് കഴിഞ്ഞാൽ ഊറ്റി. ഇപ്പം ഞാൻ ഊറ്റിയൊന്നുമില്ല, നേരെ വെള്ളത്തിൽ നിന്ന് എടുത്തിരുന്നു. മാത്രമല്ല ഞാനിത് കുറച്ച് കൂടുതൽ സമയം കുതിർത്തു. 3 മണിക്കൂറൊന്നുമില്ല, 5 മണിക്കൂർ കൂടുതലായി. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും കറക്റ്റ് ഒരു 4 hours. നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, 4 മണിക്കൂർ മാത്രം കുതിർക്കുക. 4 hours കുതിർത്തിട്ട് ഊറ്റി വയ്ക്കുക. ഊറ്റി വെച്ചിട്ട് ആ വെള്ളം മാറുന്നിട്ട് അങ്ങനെ എടുത്തിടുക. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു 5-6 മണിക്കൂർ കുതിർത്ത് വെള്ളത്തിൽ നിന്ന് നേരെ ഊറ്റി എടുത്തിടുമായിരുന്നു. എനിവേ, ഒന്നും പറ്റില്ല, കുഴഞ്ഞു പോകില്ല. കറക്റ്റായിട്ട് ഇതാ 5 മിനിറ്റ്സ് ചെറിയ തീയിൽ തന്നെ വഴറ്റുമാണ്. അത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ആ ഒരു 5 മിനിറ്റ് കൊണ്ടാണ് ഇത് വേകേണ്ടത്. ബാക്കി 70 കാര്യങ്ങളൊക്കെ ക്രമീകരിക്കും. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. കാര്യം ഇടയ്ക്കിടയ്ക്ക് കപ്പലണ്ടി തേങ്ങ എല്ലാം കടിക്കാൻ കിട്ടുമല്ലോ. പിന്നെ ഇതൊരു വ്യത്യസ്ത സ്വാദാണ്. നെയ്യിലാണ്, ജീരകമുണ്ട്. ആ ജീരകം അതിന് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യും. ജീരകത്തിൻ്റെ സ്വാദ് സത്യത്തിൽ ഇതിൽ വേണം. നല്ല ജീരകവും ആ നെയ്യും ആ കോമ്പിനേഷൻ. അപ്പോൾ ട്രൈ ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഈസി വർക്ക്. ഇതൊരു 4 മണി പലഹാരമാക്കാം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാം, എനി ടൈം കുട്ടികൾക്ക് ഇഷ്ടം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ സന്തോഷം. അപ്പോൾ എന്താ പറയണ്ടേ, ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നതിന് താങ്ക് യു സോ മച്ച്. കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.